ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തുടക്കത്തിലെ ചെറിയമ്മയുടെ റൂമിലിരിക്കുന്ന കനിയെയാണ് കാണിക്കുന്നത്. കയറി വന്നപ്പോഴേ രാധ ചൊറിയാൻ വന്നതിന്റെ പരിഭവം ചെറിയമ്മയോടായി പറഞ്ഞു തീർക്കുകയാണ് കനി. രാധേച്ചിക്ക് പ്രാന്ത, വെറുതെ വന്നനെ ചൊറിയാൻ നിൽക്കുക. ഇവിടെ ഞാൻ വരുന്നത് പിടിക്കാഞ്ഞിട്ട്. ഞാൻ നല്ലത് കൊടുത്തു, എന്തിനാ ഞാനിവിടെ വരുന്നതെന്ന് മഹേഷ് ഏട്ടനെ നന്നായിട്ട് അറിയാമെന്നും അറിയത്തില്ലെങ്കിൽ പോയി ചോദിക്കാനും പറഞ്ഞെന്ന് കനി പറയുമ്പോഴേക്കും പിന്നല്ല നമ്മളോടാ കളിന്ന് ടീച്ചർ അമ്മയും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ. തനിക്ക് ഇത്രയും കാലത്തിനിടയിൽ അടിപൊളിയായിട്ട് തോന്നിയത് താനും കേശുവും ചെറിയമ്മയും ഒന്നിച്ചുള്ള നിമിഷങ്ങളായിരുന്നു എന്ന് കനി പറയുന്നുണ്ട്. വേറൊരു വിധത്തിൽ നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത ദിവസങ്ങളായിരുന്നല്ലേ അതെന്ന് കനി ചോദിക്കുമ്പോൾ ശരിയാ, അത് സത്യമാണ്. ഇപ്പോൾ ഇരുന്നാലോചിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതാണോന്ന് കൗതുകം തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ കേശുവിൻ്റെ ലൈഫിൽ ഇടപെടാൻ പറ്റിയതാണ് തനിക്ക് ആ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞ വലിയ കാര്യമെന്ന് കനിയും പറയുന്നുണ്ട്. കേശു നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുന്ന തനിക്ക് തോന്നുന്നതെന്ന് ടീച്ചർ അമ്മയും. എന്തായാലും ഇന്ന് രാത്രി ചെറിയമ്മയെ കാണാൻ ആ പഴയ സെർവൻ്റ് എത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത് എന്ന് കനി പറയുമ്പോൾ കേശുവോ ഇന്ന് രാത്രിയൊന്ന് ടീച്ചറമ്മ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. അല്ലാണ്ട് പകൽ അവന് കയറി വരാൻ പറ്റത്തില്ലല്ലോ എന്ന് കനി പറയുമ്പോൾ അതെങ്ങനെ വരുമെന്ന് ടീച്ചറമ്മയും. പണ്ട് വന്നതുപോലെ വരുമായിരിക്കും എന്ന് കനി പറയുമ്പോഴേക്കും ചെറിയമ്മയുടെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടേ. ടീച്ചറമ്മ അതെടുത്തു നോക്കുമ്പോഴേക്കും അത് കൃഷ്ണചന്ദ്രൻ സാർ ആയിരുന്നു. അത് കാണുന്ന കനി ഇന്ന് ഓൺലൈൻ പാചകം ഉണ്ടായിരുന്നില്ലെന്ന് കളിയായി ചോദിക്കുന്നുണ്ടേ. ടീച്ചറമ്മ കോൾ എടുക്കുമ്പോഴേക്കും ട്യൂഷൻ പരിപാടിയെല്ലാം തുടങ്ങിയെന്ന് കൃഷ്ണചന്ദ്രൻ സാർ പറയുന്നുണ്ട്. തനിക്ക് ശരിക്കും സന്തോഷമായി എന്ന് പറഞ്ഞ് ടീച്ചറമ്മ കൺഗ്രസ് പറയുമ്പോൾ സംഗതി ഷേക്സ്പിയറിൽ തന്നെ തുടങ്ങിയെന്ന് സാറും. ആഹാ, അത് കൊള്ളാലോ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എസ്, റോമിയോ ആൻഡ് ജൂലിയറ്റ്. ആ ഇംഗ്ലീഷ് പോയം ചൊല്ലിക്കൊണ്ട് വിടവാങ്ങൽ എത്ര മധുരം ഓർക്കുന്നുണ്ടോ എന്ന് സാറ് ചോദിക്കുന്നുണ്ട്. നല്ല ഓർമ്മയുണ്ട്, അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്നും ഇനി വരുമായിരിക്കുമെന്നും ഇനിയിപ്പോൾ ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്നും ഒരു കുട്ടിക്കാണെങ്കിലും താൻ ക്ലാസ് എടുക്കുമെന്നും സാറ് ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. അതൊരു നല്ല സ്പിരിറ്റാണെന്നും സാറിനെന്തായാലും ജീവിക്കാനുള്ളത് പെൻഷനായി കിട്ടുന്നുണ്ടല്ലോ എന്നും ട്യൂഷൻ ആരോഗ്യത്തിനാണെന്ന് കൂട്ടിയാൽ മതിയെന്നും ടീച്ചറമ്മ പറയുന്നുണ്ട്. താനും അങ്ങനെ കരുതുന്നുള്ളൂ എന്ന് സാറ് പറയുമ്പോഴേക്കും കനി വന്നിട്ടുണ്ടെന്നും തൻ്റെ കൂടെ ഇരിപ്പുണ്ടെന്നും ടീച്ചറമ്മ പറയുന്നുണ്ട്. ഇന്ന് പാചക ക്ലാസ് ഒന്നുമില്ലെന്ന് കനി ചോദിക്കുന്നുണ്ടെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, കുട്ടി പാചക പരീക്ഷ പാസ്സായി, ഇപ്പോൾ നല്ലൊരു നടനായി കഴിഞ്ഞു എന്ന് പറഞ്ഞേക്ക്. കനിയെ വല്ലപ്പോഴുമല്ലേ കിട്ടുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഓരോന്ന് മിണ്ടി പറഞ്ഞുമിരിക്കെ, താൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് സാറ് കോൾ വയ്ക്കുന്നുണ്ടേ. ടീച്ചറമ്മ കോൾ വെച്ചോണ്ട് സാറേ പാചക ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വലിയൊരു നടനായി കഴിഞ്ഞുന്ന്. അപ്പോൾ ഇതാരാണാവോ, ദമയന്തിയാ എന്ന് കനി കളിയായി ചോദിക്കുമ്പോഴേക്കും പോടി അവിടെ നിന്ന് നാണത്തോടെ ടീച്ചറമ്മ അവളെ വഴക്കു പറയുന്നുണ്ട്. രാത്രിയാവുമ്പോൾ ടീച്ചറമ്മയുടെ വീടിന്റെ പുറകുവശത്തെ മുറ്റത്തെ ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചു നടക്കുന്ന കനിയാണ് കാണുന്നത്. അവൾ കേശുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പുറകുവശത്തെ മതിൽ ചാടി കേശു കനിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. അവിടെ ഒരു പൂച്ചയെ കണ്ട് പൂച്ചയെന്ന് കേശു ഓടിക്കുമ്പോഴേക്കും മിണ്ടല്ലേന്ന് കനി ആംഗ്യം കാണിക്കുന്നുണ്ട്. എപ്പോ ചാടിയാലും ഇവിടെ ഒരു പൂച്ച ഇരിക്കും മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എന്ന് കേശു പറയുമ്പോഴേക്കും അത് തോരപ്പന്മാരെ പേടിപ്പിക്കാനുള്ള പൂച്ചയാണെന്ന് കനിയും. അപ്പോൾ അത് ബോസിനുള്ള ഭീഷണിയല്ലേ എന്ന് കേശുവും. ഓ, നീ വല്ലാണ്ടങ്ങ് ഇമ്പ്രൂവ് ആയല്ലോടാന്ന് കനി ചോദിക്കുമ്പോഴേക്കും പിടിച്ചു നിൽക്കണ്ടേ ബോസെ എന്ന് കേശുവും. അവർ രണ്ടുപേരും വീടിന്റെ പുറകുവശത്തോടെ അകത്തേക്ക് കടന്ന് ടീച്ചർ അമ്മയുടെ റൂമിലെത്തുന്നുണ്ട്. കേശു സന്തോഷത്തോടെ ടീച്ചർ എന്ന് വിളിക്കുമ്പോഴേക്കും കേശു എങ്ങനെയുണ്ടടാ പുതിയ ജോലിയൊക്കെ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. സുഖമുള്ള ജോലിയാ ടീച്ചറെ, സുലൈമാനിക്കൊക്കെ എന്നോട് വലിയ കാര്യ. ഞാൻ വീട്ടിലെ ഒറ്റയ്ക്കാണെന്ന് ഇക്കയ്ക്ക് നല്ല പോലെ അറിയാം, അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരുമ്പോൾ എനിക്കൂടി കൊണ്ടുവരും എന്ന് കേശു പറയുമ്പോൾ അത് കൊള്ളാലോന്ന് ടീച്ചർ അമ്മയും. ഇത് കേൾക്കുന്ന കനി ഇടാ നോൺ വെജ് ആയിരിക്കുമല്ലേ, വെറുതെ അല്ല, ആ ഉണക്കലങ്ങ് മാറി എന്ന് പറയുന്നുണ്ട്. ശരിയാ, സുന്ദരനായി എന്ന് ടീച്ചർ അമ്മയും. അപ്പോഴേക്കും കേശു സുലൈമാനിക്ക തനിക്ക് ആദ്യമായി തന്ന ശമ്പളം ടീച്ചറെ ഏൽപ്പിക്കുന്നുണ്ട്. ശമ്പളം ടീച്ചർ അമ്മയുടെ കയ്യിൽ കൊടുത്ത് അവൻ ടീച്ചറുടെ കാൽ തൊട്ട് വണങ്ങുന്നുണ്ട്. കള്ളനായോ കൈവിട്ടോ പോവേണ്ടിയിരുന്ന എൻ്റെ ജീവിതം ഇങ്ങനെ പിടിച്ചു നിർത്താൻ കാരണമായത് ടീച്ചറാണ് എന്ന് കേശു പറയുമ്പോൾ അപ്പോൾ ഫിനാൻസ് ചെയ്ത ബോസിനെ എങ്ങ് മറന്നുന്ന് കനിയെ നോക്കിക്കൊണ്ട് ടീച്ചറമ്മ പറയുന്നുണ്ട്. ഏയ്, ബോസിനുമുണ്ട് പങ്ക്, പിന്നെ ബോസിനെ പുറത്തു വെച്ചൊക്കെ കാണാലോ എന്ന് കേശു പറയുമ്പോൾ എനിക്ക് പങ്കൊന്നും വേണ്ട, എൻ്റെ പലിശയും മുതലും തിരിച്ചു തന്നാൽ മതിയെന്ന് കനിയും. അതൊക്കെ ഞാൻ തരാം ബോസ് എന്ന് കേശു പറയുമ്പോഴേക്കും കട്ടിലിരിക്കുന്ന ടീച്ചറമ്മ തൻ്റെ അരികിലേക്ക് കേശുവിനെ പിടിച്ചിരുത്തി
അവൻ ടീച്ചറെ ഏൽപ്പിച്ച ആദ്യത്തെ ശമ്പളം ടീച്ചറമ്മ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കൈ വെച്ചേക്കെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അയ്യോ ഇത് ടീച്ചർ തന്നെ വെക്കണമെന്ന് കേശുവും. താൻ ഇത് സ്വീകരിച്ചുവെന്നും ഇത് പ്രിയയുടെ കാര്യങ്ങൾക്കായി കേശുവിൻ്റെ കയ്യിൽ വെച്ചോന്നും ടീച്ചറമ്മ പറയുന്നുണ്ട്. ജാട കാണിക്കാതെ മേടിക്കടാ അടിമയെന്ന് കനി പറയുമ്പോഴേക്കും എടി സൂക്ഷിച്ചൊക്കെ വേണം അടിമയെന്ന് വിളിക്കാൻ. ഇപ്പൊ പുതിയ ബോസിനെയൊക്കെ കിട്ടിയതാണെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഈ ബോസ് നമ്മുടെ ചങ്കു ബോസല്ലേന്ന് കനിയെ ചൂണ്ടിക്കൊണ്ട് കേശു ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സോപ്പിട്ടോ പക്ഷെ പതപ്പിക്കല്ലേ എന്ന് കനിയും. ഇവിടെ കൂടുതൽ നേരം നിൽക്കുന്നത് അപകടമാണെന്നും താൻ ഇറങ്ങുവാണെന്നും വിളിക്കാമെന്നും പറഞ്ഞ് കേശു ടീച്ചറോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ. അവനെ വീടിന്റെ പുറത്തിറക്കാൻ കനിയും കൂടെ ചെല്ലുന്നുണ്ടേ. അവന് പറഞ്ഞുവിട്ട് ഉടനെ തന്നെ കനി അകത്തേക്ക് എത്തുന്നുണ്ട്. അവളെ കണ്ട് എന്തായി പോയോന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ പോയെന്ന് കനിയും. അന്ന് കേശുവിനെ വേറൊരിടത്തും കാക്കാൻ തോന്നുന്നത് നന്നായല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അത് ശരിയാണെന്നും അതുകൊണ്ട് അവന്റെ ജീവിതം നന്നായെന്നും കനി പറയുന്നുണ്ട്. പാവം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അത്രയ്ക്ക് പാവമൊന്നുമല്ലെന്ന് കനിയും. പിന്നീട് ടീച്ചറമ്മയുടെ വീടിന്റെ അരികിലുള്ള റോഡിലൂടെ 2 പോലീസുകാർ പെട്രോളിങ്ങിന് ഇറങ്ങി നടക്കുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്താണ് കേശു റോഡിൽ നിന്നും ടീച്ചറമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു വരുന്നത്. അവനെ കാണുന്ന പോലീസുകാർ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നുണ്ട്. കണ്ണിലേക്ക് ലൈറ്റടിച്ച് കേശു അവിടെ നിൽക്കുമ്പോഴേക്കും അവിടെ നിൽക്കടാ ഓടരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എവിടെ നടാ വരുന്നെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ ഞാൻ എന്താ അവിടം വരെ വന്നപ്പോൾ വഴി തെറ്റിപ്പോയെന്ന് കേശു പോലീസുകാരോടായി പറയുന്നുണ്ട്. നിന്റെ വഴി തെറ്റിപ്പോയിന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നിയെന്ന് പോലീസുകാരൻ പറയുമ്പോൾ എന്താ സാറേന്ന് മറ്റേ പോലീസുകാരനും ചോദിക്കുന്നുണ്ട്. ഇവനെ ആ വിഷ്ണു സാറിന്റെ വീടിനടുത്തുനിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ വീണ്ടും അവന്റെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചു നോക്കുന്നുണ്ട്. ഒന്നാം തരം കള്ള ലക്ഷണമുണ്ടെന്ന് പോലീസുകാരൻ പറയുമ്പോൾ അയ്യോ ഞാൻ കള്ളനൊന്നുമല്ല സാറേ എനിക്ക് വഴി തെറ്റിയതാണെന്ന് കേശുവും. നിന്ന് കിണുങ്ങാതെ എന്താടാ ഒളിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല സാറേന്ന് കേശു പേടിയോടെ പറയുന്നുണ്ട്. എന്തോ അടിച്ചോണ്ട് വരുന്ന വരവാണല്ലോ എന്നും പറഞ്ഞ് ഒരു പോലീസുകാരൻ പിടിക്കുമ്പോഴേക്കും താൻ വഴിതെറ്റി വന്നതാണെന്ന് കേശു ടെൻഷനോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മറ്റേ പോലീസുകാരൻ വിഷ്ണുവിനെ കോൾ ചെയ്യുന്നുണ്ട്. രാത്രി നല്ല ഉറക്കത്തിലായിരുന്ന രാധ വിഷ്ണുവിന്റെ മൊബൈൽ റിങ് ചെയ്യണ ശബ്ദം കേട്ട് വിഷ്ണുവിനെ വിളിച്ചുണർത്തുന്നുണ്ട്. വിഷ്ണു കോൾ എടുക്കുമ്പോഴേക്കും ആ പോലീസുകാരൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. താൻ ഇതാ വരുന്നു എന്നും പറഞ്ഞ് വിഷ്ണു കോൾ വെച്ച് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്തു പറ്റിയെന്ന് ചോദിച്ച് രാധയും എണീക്കുന്നുണ്ട്. ഇവിടെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ഒരു കള്ളനെ പോലീസ് റോഡിൽ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഇവിടുന്നോ എന്ന് അമ്പരപ്പോടെ രാധയും ചോദിക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വിഷ്ണു എണീക്കുമ്പോഴേക്കും ഒറ്റയ്ക്ക് പോവേണ്ടെന്നും മഹേഷിനെ കൂടെ വിളിക്കാമെന്നും രാധ പറയുന്നുണ്ട്. അവർ എണീറ്റ് തളത്തിലെത്തുമ്പോഴേക്കും രാധ മഹേഷിന്റെ ഡോറിൽ മുട്ടി വിളിക്കുന്നുണ്ട്. അത് കേട്ട് എന്താ ചേച്ചി എന്നും ചോദിച്ച് രാധ ഇറങ്ങി വരുമ്പോഴേക്കും അവൻ എണീറ്റില്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കള്ളനെ റോഡിൽ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് രാധ പറയുമ്പോഴേക്കും ആണോ അന്ന് കറണ്ട് പോയപ്പോൾ ഏതാണ്ടൊക്കെയോ എടുത്തെറിഞ്ഞില്ലേ ആ കള്ളനായിരിക്കുമെന്ന് രേണുവും. വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് പോലീസിന്റെ വീട് പോലും കള്ളനിപ്പോ ഒരു പേടിയുമില്ലാതായിന്ന് രാധ കളിയാക്കുമ്പോഴേക്കും മഹേഷിനെ വിളിക്കാനായി വിഷ്ണു പറയുന്നുണ്ട്. രാധ മഹേഷിനെ വിളിക്കുമ്പോഴേക്കും അവനോട് അങ്ങോട്ട് വരാൻ പറയാ താൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. മഹേഷ് ആണേൽ ഉറക്കത്തിൽ നിന്നിട്ട് സാവധാനം വരണ കണ്ട് ഒരുങ്ങാൻ അവിടെ വനിതാ പോലീസ് ഒന്നുമില്ലെന്ന് രാധ കളിയാക്കുന്നുണ്ട്. മഹേഷ് അങ്ങോട്ട് പോകുമ്പോഴേക്കും ചേച്ചി ശരിക്കും പിടിച്ചോന്ന് രേണു ചോദിക്കുന്നുണ്ട്. വീടിന്റെ മുന്നിൽ വെച്ച് തന്നെയാ പിടിച്ചതെന്ന് പറഞ്ഞിട്ട് എന്നാലും ഈ സമയത്ത് കനി എവിടെയെന്ന് രാധ ചോദിക്കുന്നുണ്ട്. കനി തന്റെ റൂമിൽ എന്തോ ഓർത്തു നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഓടി വന്ന കല്ലു ടെൻഷനോടെ കനിക്കുഞ്ഞ കേശുവിനെ പോലീസ് പിടിച്ചെന്ന് പറയുന്നത്. നീ ഇവിടെ നിൽക്ക് ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കനി റൂമിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ടേ. രാധയും ആകെ ടെൻഷനോടെ സീറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് കനി സീറ്റൗട്ടിലേക്ക് വന്ന് പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്. നീ എങ്ങോട്ട് പോകുന്നു കനിന്ന് രാധ ചോദിക്കുന്നുണ്ടെങ്കിലും കനി അതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. വിഷ്ണുവും മഹേഷും കൂടി പോലീസുകാരുടെ അടുത്തെത്തുമ്പോഴേക്കും ഇവനൊന്നും ചോദിച്ചിട്ട് പറയുന്നില്ല സാറേന്ന് കേശുവിനെ ചൂണ്ടിക്കൊണ്ട് പോലീസുകാരൻ പറയുന്നുണ്ട്. പരിശോധനയ്ക്കും ഇവൻ വഴങ്ങുന്നില്ലെന്ന് മറ്റേ പോലീസുകാരൻ കൂടി പറയുമ്പോൾ കുറച്ചു ദിവസം മുമ്പ് ഞങ്ങളുടെ വീട്ടിലെ ലൈൻ കട്ട് ചെയ്ത് വീടിന്റെ മുറ്റത്തും അകത്തുമൊക്കെ ആരോ പാത്രങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് വിഷ്ണു സംശയത്തോടെ പറയുമ്പോഴേക്കും അതിവൻ തന്നെ ഉറപ്പായിട്ടും അതിവൻ തന്നെയാണെന്ന് മഹേഷും വിളിച്ചു കൂവുന്നുണ്ട്. മുറ്റത്ത് എന്തെങ്കിലും എറിഞ്ഞ് ശബ്ദമുണ്ടാക്കും അല്ലെങ്കിൽ പുറത്ത് ടാപ്പ് തുറന്നു വിടും. ഇവന്മാരുടെ സ്ഥിരം പരിപാടിയായി ഇത്. കൂട്ടത്തിൽ വേറെ ആൾക്കാരും ഉണ്ടാവും. ഇവനെ പിടിച്ചപ്പോ അവന്മാർ ഓടി രക്ഷപ്പെട്ടതാവും എന്ന് പോലീസുകാർ പറയുമ്പോഴേക്കും കനി അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. സാറേ ഇവൻ കള്ളനൊന്നുമല്ല എന്റെ കൂടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാ എന്ന് കനി പറയുമ്പോൾ ഇവനിവിടെ എന്തിനാ വന്നതെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. കനി ഒന്നും മിണ്ടാനാവാതെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും സാറേ ഇത് വേറെയാ
കമ്പൈൻ സ്റ്റഡിക്ക് വന്നതാണെന്ന് പോലീസുകാരൻ അർത്ഥം വെച്ച് പറയുന്നുണ്ട്. ആകെ നാണക്കേടോടെ എന്താ കനി ഇതൊക്കെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും ഇവളെ എന്നേക്കാൾ തറയാണല്ലോ എന്ന് മഹേഷ് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അപ്പോൾ വിടാമല്ലേ സാറേന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴേക്കും പറഞ്ഞു വിടരോ, വിളിച്ചു വരുത്തി വെറുതെ നാറ്റക്കേസാവാനായിട്ട് പറഞ്ഞു വിട് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും വണ്ടി വിട്ടോ, മേലാൽ ഈ ഏരിയയിൽ കണ്ടുപോവരുത്, പോടാ എന്ന് പോലീസുകാർ പറയുമ്പോഴേക്കും കേശു ടെൻഷനോടെ കനിയെ നോക്കുന്നുണ്ട്. കനിയും ടെൻഷനോടെ പോവാനായി അവന് സമ്മതം നൽകുന്നുണ്ട്. മഹേഷ് സിറ്റ് ഔട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന രാധ എന്താടാന്ന് ചോദിക്കുമ്പോൾ ആ കനി ഒരു പയ്യനെ വിളിച്ചു വരുത്തി, ആകെ നാറ്റക്കേസാ, ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. കാര്യം പിടികിട്ടിയ രാധ ദേഷ്യത്തോടെ നിൽക്കുമ്പോഴേക്കും കനിയും വിഷ്ണുവും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ബാഗും തൂക്കി വന്നപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ കള്ളത്തരത്തിനാണെന്ന്. ഇവിടെ ഇങ്ങനൊന്നും നടക്കത്തില്ല, എന്തോ ഭാഗ്യം കൊണ്ട് നാട്ടുകാരറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കാൻ പറ്റുമായിരുന്നോ? ദേ ഈ നിമിഷം ഇവിടെ നിറങ്ങി പൊക്കോണം എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് രാധ കനിയോടായി പറയുന്നുണ്ട്. മുകളിലെ റൂമിലിരുന്ന് ടീച്ചർ അമ്മയും ഈ കോലാഹലങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടില് വളർന്നു വരുന്ന പെൺപിള്ളേരുള്ളതാ എന്ന് രാധ വീണ്ടും പറയുമ്പോഴേക്കും നേരം വെളുക്കട്ടെ രാധേ, രാത്രി ഇറക്കി വിടുന്നത് ശരിയല്ല എന്ന് വിഷ്ണു കനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ. ഇവള് കാണിച്ചത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ. കൂടെ പഠിക്കണ ഒരു ചെറുക്കനെ വിളിച്ച് വീട്ടിൽ കയറ്റാന്ന് പറഞ്ഞ ഇവളെ ഇറക്കി വിടുന്നതിന്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും എനിക്കൊരു കുഴപ്പവും. ഇവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് രാധ ദേഷ്യത്തോടെ ഒച്ച വെക്കുമ്പോഴേക്കും കിടന്നൊച്ച വെക്കണ്ട, ഞാൻ പൊക്കോളാം എന്നുറച്ചു പറഞ്ഞുകൊണ്ട് കനി അകത്തേക്കായി കയറി പോകുന്നുണ്ട്. റൂമിലെത്തിയ കനി തന്റെ ബാഗെല്ലാം എടുത്തു വെക്കുമ്പോഴേക്കും കല്ലുവും അങ്ങോട്ട് വരുന്നുണ്ട്. ടെൻഷനോടെ അവൾ കല്ലുവിനോടായി പറയുന്നുണ്ട്, കള്ളൻ എന്ന് വെച്ച് പോലീസുകാരെങ്ങാനും പോക്കിയാ തീർന്നില്ല അവന്റെ ജീവിതം. ഈ പറഞ്ഞതൊന്നും എനിക്ക് പ്രശ്നമല്ലടി, എന്നെ എന്തെങ്കിലും പറയട്ടെ അവര് എന്ന് ടെൻഷനോടെ പറഞ്ഞുകൊണ്ട് അവൾ റൂമിൽ നിന്ന് ഇറങ്ങി തളത്തിലെത്തുമ്പോഴേക്കും കുഞ്ഞാന്ന് വിളിച്ചോണ്ട് കല്ലുവും ടെൻഷനോടെ അവളുടെ അരികിലെത്തുന്നുണ്ട്. കനി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന രാധ, കല്ലു നീ മുറി കയറിപ്പോ, ഇനി ഇങ്ങനൊരു ബന്ധം വേണ്ടെന്ന് രാധ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. കല്ലു വീണ്ടും നോക്കി നിൽക്കണ കണ്ട് നിന്നോടല്ലേ പറഞ്ഞേ കയറിപ്പോവാൻ എന്ന് രാധ ദേഷ്യത്തോടെ ഒച്ചവെക്കുമ്പോൾ കല്ലു റൂമിലേക്കായി കയറി പോകുന്നുണ്ട്. കനി കണ്ണു നിറഞ്ഞ് ടെൻഷനോടെ രാധയെ നോക്കുന്നുണ്ടെങ്കിലും രാധ അതൊന്നും മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തോടെ തന്നെ നിൽക്കണ കണ്ട് കനി അവിടെ നിറങ്ങി പോകുന്നുണ്ട്. കനി മുറ്റത്തെത്തുമ്പോഴേക്കും ടീച്ചർ അമ്മയുടെ വീടിന്റെ മുറ്റത്തേക്ക് ഒരു ടാക്സി വന്ന് നിൽപ്പുണ്ട്. ലക്ഷ്മിയായി രൂപം മാറിയ ടീച്ചർ അമ്മ അതിന്ന് ഇറങ്ങി വരണ കണ്ട് കനിയും ആശ്വാസത്തോടെ തന്നെ നിൽപ്പുണ്ടേ. കാറിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വിഷ്ണുവും രാധയും മഹേഷും അവരെ കണ്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നുണ്ട്. അവരെല്ലാം ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ടെൻഷനോടെ നിൽക്കുന്ന കനിയെ തന്റെ അരികിലേക്ക് വിളിച്ച് ചേർത്ത് പിടിക്കുന്നുണ്ട് ടീച്ചർ അമ്മ. കനി ഈ നേരത്തെ ആരെ ഇറക്കി വിട്ടേന്ന് ദേഷ്യത്തോടെ ലക്ഷ്മി കുഞ്ഞ് ചോദിക്കുമ്പോഴേക്കും ആരും ഒന്നും മിണ്ടാനാവാതെ നിൽപ്പാ. ദേഷ്യത്തോടെ നിൽക്കുന്ന രാധയെ നോക്കിയിട്ട് രാധേ നീയാണോടിന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. കുടുംബത്തിന് നിരക്കാത്തത് പെൺപിള്ളേരെ കാണിച്ചാ പിന്നെ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് രാധയും നിൽക്കുന്നുണ്ട്. എന്താ കുടുംബത്തിന് നിരക്കാത്തതെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും കൂടെ പഠിക്കുന്ന ഒരു പയ്യനെ ഇവിടെ വിളിച്ചു കയറ്റിന്ന് രാധ പറയുന്നുണ്ട്. എവിടെ വിളിച്ചു കയറ്റി? വീട്ടിലൊന്ന് ലക്ഷ്മിയും. വീട്ടിൽ നിറങ്ങിപ്പോയപ്പോഴാ പോലീസ് ആ പയ്യനെ പിടിച്ചതെന്ന് രാധ സ്ട്രിക്റ്റായി പറയുമ്പോൾ ടീച്ചർ അമ്മ കനിയെ നോക്കിക്കൊണ്ട് കൂടെ പഠിക്കുന്ന 2 കുട്ടികൾ തമ്മിൽ കാണുന്നതിലെ രാധയുടെ കണ്ണിൽ ഒരർത്ഥം മാത്രമേ ഉണ്ടാവൂ. അത് നമ്മുടെ കാഴ്ചപ്പാടിൽ മറ്റുള്ളവരെ അളക്കുമ്പോഴുള്ള പ്രശ്നമാ. നിനക്കേ ലോകം കാണാത്തതിന്റെ കുറവാണെന്ന് ലക്ഷ്മി കുഞ്ഞ് പറയണ കേട്ട് വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ളതാ. ഇങ്ങനത്തെ സ്വഭാവമുള്ള ആരെയും ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന് രാധയും. അതിനി ഞാൻ ലോകം കാണാത്തതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് രാധ തീർത്തു പറയുമ്പോഴേക്കും ഇവിടെ കനി നിൽക്കാൻ പാടില്ലെന്ന് രാധ എങ്ങനെ പറയും? രാധയ്ക്ക് ഈ വീട് സരസ്വതി എഴുതി തന്നിട്ടുണ്ടോ എന്ന് ലക്ഷ്മിയായി മാറിയ ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. എന്നാലും മക്കൾക്ക് 3 തുല്യമായിട്ട് വരുമല്ലോ എന്ന് രാധ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ നോക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ ലക്ഷ്മിയായി മാറിയ ടീച്ചറമ്മയും കനിയും കേശുവും കൂടി കൃഷ്ണചന്ദ്രൻ സാറിനെ കാണാൻ പോകുന്നതാണേ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.